പക്ഷേ ഈസി പറയേണ്ട മറുപടി ഒന്നും അല്ലല്ലോ. പ്രമോദ് പുഴങ്കര, ഈസി പറയേണ്ട മറുപടി എന്താണ്? ഇപ്പോൾ ടി പി ജയേന്ദ്രൻ മാസ്റ്റർക്കും സംശയമില്ല, ഒരു ഒറ്റ കുടുസുമുറി വീട്ടിൽ ഇപ്പോൾ അവിടെയുള്ളത് ഏതോ ഫുഡ് ഡെലിവറി ബോയ് മാത്രമാണ്. 80 പേർ അവിടെ എന്താണ് അവിടെ ജീവിക്കാൻ ഒരു പോസിബിലിറ്റി ഇല്ലെന്ന് ടി പിക്ക് മറുപടിയില്ല, ടി പിക്കും സംശയമില്ല. 80 പേരിൽ ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഈ അച്ഛൻ്റെ പേര് ABCDEFGHIJKLMN എന്ന് ഇംഗ്ലീഷ് അക്ഷരമാല പേരുള്ളവർ അതാരുടെ മക്കളാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഈ പറയുന്ന വീട്ടഡ്രസ്സ് വട്ടപ്പൂജ്യമായി നിൽക്കുന്നത് ആയിരക്കണക്കിനാണ് എന്ന് പറയുന്നതിന് മറുപടിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്നതൊന്നും വ്യാജമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. രേഖ കൊണ്ടുവാ, പരിശോധിക്കാം, അല്ലെങ്കിൽ ഓത്തെടുത്തു വാ, സത്യവാങ്മൂലം താ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നിട്ട് മറുപടിയാവുമോ? ശ്രീ പ്രമോദ് പുഴങ്കര, ഇവിടെ ഉണ്ടാകുന്ന ഗുരുതരമായ സംശയം എന്താണ്? ഈ രാജ്യത്തിൻ്റെ രക്തധമനിയായ ജനാധിപത്യത്തെ കഴുത്തറത്ത് കൊന്ന ചോര ഈസിയുടെ കൈകളിലുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. അതിന് രാജ്യത്തിന് മറുപടി വേണം, ഈ പറയുന്ന മുട്ടാപ്പോക്കല്ലാതെ. ശ്രീ പ്രമോദ് പുഴങ്കര, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പത്രക്കുറിപ്പുകളും മാധ്യമങ്ങൾക്ക് പൊതുജനങ്ങൾക്കായി നൽകുന്ന കുറിപ്പുകൾ, അതിനിടയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അത് BJPയുടെയോ സംഘപരിവാറിൻ്റെയോ കാര്യാലയത്തിൽ നിന്ന് വരുന്ന മുദ്രാവാക്യങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ അവരിപ്പോൾ വെല്ലുവിളിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ലല്ലോ നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭരണഘടനാനുസൃതമായ പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ കൃത്യമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായി ഇന്ത്യയിൽ ഒരു ഓപ്പോസിഷൻ ലീഡറുണ്ട്. അത് ആരുടെയും ഔദാര്യമല്ല, അത് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ കക്ഷികൾ, ഇനി പൊതുജനത്തിലെ ഏതെങ്കിലും ഒരു സംഘം, ഏതെങ്കിലും ഒരു വ്യക്തി പോലും, ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഈ ജനാധിപത്യത്തിൽ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെയാണല്ലോ നമ്മളൊരു ജനാധിപത്യ സമൂഹം എന്ന് വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉന്നയിക്കുകയും അതിന് തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ ഉന്നയിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അത് വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് തരൂ, അല്ലെങ്കിൽ 200 രൂപയുടെ മുദ്രപത്രം വാങ്ങി അതിൽ നോട്ടറിയുടെ ഒപ്പം വെച്ച് കൊണ്ടുവന്ന് തന്നാൽ അപ്പം ഞങ്ങൾ കളിക്കാനിറങ്ങാം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള തെരുവുകുണ്ടയുടെ ഭാഷയിൽ സംസാരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സംഘപരിവാറിൻ്റെ ജനാധിപത്യ വിരുദ്ധ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയ അധികാരത്തിൻ്റെ യന്ത്രം എങ്ങനെയാണ് ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയെ, ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഘടനയെ, അതിൻ്റെ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിനെ, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അടങ്ങുന്ന ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ ഭാഗമായിരുന്നു, അങ്ങനെയുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിന്, എക്സിക്യൂട്ടീവും മറ്റ് ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അടങ്ങുന്ന ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിനെ സമ്പൂർണ്ണമായും ദുർബലമാക്കുകയും ക്രമേണ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വഴിയിലേക്ക് എങ്ങനെയാണ് BJPയുടെ, RSSൻ്റെ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അധികാരം ഈ റിപ്പബ്ലിക്കിനെ കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. അങ്ങനെയാണ് അനൂപ് ബാരൻവാൾ കേസിൽ സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് ഈ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ട ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നും, ശരിയായ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമില്ല എന്നും, അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് അടങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വളരെ തിടുക്കപ്പെട്ട് ഈ കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ നോമിനികളെ കുത്തിനിറയ്ക്കാൻ പാകത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം ചോർന്നു പോയതെന്ന് നമുക്കറിയാം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോലും BJPയുടെ വക്താക്കളെ ഹൈക്കോടതി ജഡ്ജിയായിട്ട്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BJPയുടെ ഒരു വക്താവാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഇപ്പോൾ വരുന്നത്. ഇതിനു മുമ്പ് നിരന്തരമായി പൗരാവകാശ കേസുകളിൽ, ജാമ്യാപേക്ഷകളിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ജാമ്യാപേക്ഷകളെ തള്ളുകയും അത്തരം കേസുകളിൽ വളരെ പ്രതിലോമകരമായ മനുഷ്യാവകാശ വിരുദ്ധമായ വിധികൾ പുറപ്പെടുവിക്കുകയും ചെയ്ത ജഡ്ജിമാർ, ഇപ്പോൾ ബേല ത്രിവേദിയെ പോലെയുള്ള ഒരു ജഡ്ജി എന്ന് പറയുന്നത് മോദിയുടെ കാലത്ത് ഗുജറാത്തിലെ ലോ സെക്രട്ടറി ആയിട്ടിരുന്ന ആളുകൾ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത വിധത്തിൽ ഈ കോടതി സംവിധാനം മാറുകയാണ്. ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ എങ്ങനെയാണ് തങ്ങളുടെ സേവകന്മാരാക്കി മാറ്റുന്നത്, തങ്ങളുടെ പെട്ടിചുമപ്പുകാരാക്കി മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും അശ്ലീലമായ ഉദാഹരണങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനമായ ഒരു പ്രശ്നം എന്താ? ഇന്ത്യയിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് കേവലമായ ഇലക്ടറൽ റോളിലെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ക്രമക്കേടുണ്ട്, ആ ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം എന്ന തരത്തിൽ ആവശ്യങ്ങളല്ല. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്ന പോലെ
ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെയുള്ള ക്ലീഷേ പഴഞ്ചൊല്ലുകൾക്ക് ചേരാവുന്ന തരത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞ ചൗക്കീദാർ ചോർ ഹേ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ചൗക്കീദാറായ കാവൽക്കാരനായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടുത്തെ കള്ളൻ എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നീ മറ്റേ കുപ്പായം ഇട്ട് വന്നിട്ട് നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ട് വന്നാൽ ഞാൻ വേണമെങ്കിൽ നീയുമായിട്ട് ഗുസ്തി പിടിക്കാം എന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ സ്വഭാവത്തെ എന്താണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്? സമൂഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിരന്തരമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. രാഷ്ട്രീയാധികാരത്തിൻ്റെ പുറത്ത് പൗരസമൂഹവും പ്രതിപക്ഷ കക്ഷികളും അടങ്ങുന്ന നിരന്തരമായ ഒരു പ്രതിപക്ഷം ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ നിരന്തര പോരാട്ടങ്ങൾ ആ ജാഗ്രതയെ കാണുകയും ചെയ്യാം. ഞാൻ പ്രമോദ്